ഇത് മൂത്ത് വരുന്നതിന് മുമ്പുള്ള ഇലയാണ് നമ്മൾ തോരൻ വെച്ച്, നമ്മുടെ ചീരയൊക്കെ തോരൻ വയ്ക്കത്തില്ലേ, ചീര മുരിങ്ങയില തോരൻ വയ്ക്കുന്ന പോലെ തോരൻ വെച്ച് കഴിക്കുകയും ചെയ്യാം. ഈ കോവയ്ക്കയുടെ ഇലയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്നറിയാവോ? ഒന്ന്, ഏറ്റവും കൂടുതൽ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത്, നമുക്ക് ഈ കോവക്കാ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രമേഹം എങ്ങനെ കൺട്രോൾ ആവുമോ അതുപോലെ ഇല കഴിച്ചാലും ഇത് കൺട്രോൾ ആകാൻ സഹായിക്കും. ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇലയ്ക്കകത്ത് ഈ ഫൈബർ ഉള്ളതുപോലെ വൈറ്റമിൻ എ, ബീറ്റാ കരോട്ടിൻ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമോ 2 ദിവസമോ, ഇപ്പോൾ വീട്ടിൽ നിങ്ങൾക്ക് ഇപ്പം കോവയ്ക്ക കൃഷി ഉണ്ടെന്നിരിക്കട്ടെ, വീട്ടിൽ ചെടി ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇതിൻ്റെ ഇല പറിച്ചിട്ട് ചീര പോലെ ആഴ്ചയിൽ 1-2 ദിവസം ഇല കറി വെച്ചിട്ട് കഴിച്ചു നോക്കൂ. ഗുണകരമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നിറയെ സവാളയൊക്കെ ചേർത്തിട്ടോ, അല്ലെങ്കിൽ ചെറിയ കിഴങ്ങുകൾ അരിഞ്ഞിട്ടോ, അല്ലെങ്കിൽ മറ്റു ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ടോ, അല്ലെങ്കിൽ ബീൻസിൻ്റെ കൂടെയൊക്കെ തോരൻ പോലെ വെച്ചിട്ട് കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളിപ്പം പുളിശ്ശേരി ഉണ്ടാക്കത്തില്ലേ, മോര് ഉപയോഗിച്ച്, എന്നിട്ട് അതിനകത്തേക്ക് നിങ്ങൾക്കിത് ചേർത്ത് കഴിക്കുക വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ പലതരത്തിൽ ഉപയോഗിക്കാവുന്നതാണ്.